ഓക്കെ സാർ തുടങ്ങിക്കോളൂ, ഇനി ലേറ്റ് ആവണ്ട. ഓക്കെ സാർ, താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവരോടും സോറി, ലേറ്റ് ആയതിൽ ചെറിയ ടെക്നിക്കൽ ഇത് പറ്റിയതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MPC 2 ആണ്. MPC 1 നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫാദ് സാറായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. MPC 2 ലൈഫ് സ്പാൻ, MPC 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്ന സബ്ജക്റ്റ് ആണ്. അതിലും ആ സബ്ജക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ 4 ബ്ലോക്കുകളുണ്ട്, 16 യൂണിറ്റുകളായിട്ട്. അതിൽ നമുക്കറിയാം ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ലൈഫ് സ്പാൻ. എനിക്ക് തോന്നുന്നത് PGയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയ ഒരു സബ്ജക്റ്റും കൂടിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാൻ. അതുപോലെ നല്ല നമുക്ക് ലൈഫിൽ തന്നെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ഓരോന്നുള്ളത്. നമ്മളുടെ തന്നെ ഒരു വിഷയങ്ങളാണ് പറയുന്നത് എന്നതുകൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റിലാണെങ്കിലും നമ്മളുടെ ഡെവലപ്മെന്റിലാണെങ്കിലും നമുക്ക് വരുന്ന ചാലഞ്ചസുകളൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനൊക്കെ ഒബ്സർവ് ചെയ്യാനൊക്കെ സാധിക്കും. എനിവേ, ഫസ്റ്റ് നമ്മളുടെ ബ്ലോക്ക് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രീനാറ്റൽ ഇൻഫാൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. പിന്നെ സെക്കൻഡ് ബ്ലോക്കിൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി സ്കൂൾ ഇയേഴ്സ് വരുന്നുണ്ട്. തേർഡ് ബ്ലോക്കിൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസൻസ് വരുന്നുണ്ട്. ഫോർത്ത് ബ്ലോക്കിൽ അഡൽട്ട്ഹുഡ് ആൻഡ് ഏജിങ് എന്ന് ഒരു മനുഷ്യന്റെ ഹോൾ ലൈഫിൽ വരുന്ന എല്ലാ ചേഞ്ചസുകളും ഡെവലപ്മെന്റുകളും ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എനിവേ, ഫസ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഫസ്റ്റ് ബ്ലോക്കിൽ 4 യൂണിറ്റുകൾ ഉണ്ടാവും. ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റുകൾ. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിലെ പ്രീനാറ്റൽ ഇൻഫാൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അതിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, പിന്നെ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് പറയുന്നുണ്ട്, മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ഡെവലപ്മെന്റ് പറയുന്നുണ്ട്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിശാലമായ ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഈ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന്റെ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ ബ്ലോക്കിന്റെ നെയിം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ പ്രീനാറ്റൽ ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതെങ്കിലും അതിലെ പിന്നെ ഫസ്റ്റത്തെ ടോപ്പിക് ഇന്നെടുക്കുന്ന ഈ ഒരു യൂണിറ്റ് ശരിക്കും അതിന്റെ കൺസെപ്റ്റും അത് ഈ ഒരു വിഷയം പഠിക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണോ അത് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ, വെൽക്കം ആൾ ടു ദിസ് സെഷൻ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ആൻസർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് ഉണ്ടാവും. എനിവേ, നമ്മളെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു സബ്ജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്ലൈഡ് മാറിയല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. യൂണിറ്റ് 1 നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിന്റെ ബേസിക് ആണ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഈ ഹോൾ സബ്ജക്റ്റ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. കാരണം ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ്, ഇങ്ങനൊരു പഠനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഈ വിഷയം പഠിക്കാൻ ഇറങ്ങിയാൽ നമുക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആവില്ല എന്ന് തോന്നുന്നു. എനിവേ, ഫസ്റ്റ് ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും നമുക്ക് കണ്ണോടിക്കാം. ഡെവലപ്മെന്റിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. സ്റ്റഡിങ് ഈ പിന്നെ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുന്ന മെത്തേഡുകൾ പറയുന്നുണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പറയുന്നുണ്ട്. പിന്നെ ഈ ഡെവലപ്മെന്റിൽ വരുന്ന ഇഷ്യൂസുകൾ എന്തൊക്കെ, ഈ ഇഷ്യൂസ് ഒക്കെ എന്താണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറെ തിയറികൾ, ആ തിയറി ഈ ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും അത് കുറച്ച് തിയറികൾ ലാസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. അത് MPC 1 അതുപോലെ തന്നെ ഇതിൽ തന്നെ പിന്നീടും വിശാലമായിട്ട് പഠിക്കുന്ന തിയറികൾ തന്നെയാണ്. പിന്നെ അതിന്റെ ഫാക്റ്റുകൾ, പിന്നെ ഈ ഡെവലപ്മെന്റൽ സൈക്കോളജി വരുന്ന കുറെ ഫാക്റ്റുകൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ ഈ ഡെവലപ്മെന്റിന്റെ പീരീഡ്സും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു ടോപ്പിക്കാണ്. എനിവേ, എല്ലാവരും അവസാനം വരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഫസ്റ്റ് വരുന്നത് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. യെസ്, കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പാറ്റേൺ ഓഫ് ചേഞ്ച് ആണ്. നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ സമയത്തും വരുന്ന മാറ്റങ്ങളാണ് ശരിക്കും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും തുടങ്ങുന്നത് ഒരു കൺസെപ്ഷൻ ടു ഡെത്ത്, നമ്മളെ സ്പേം ഡെവലപ്പ് ആകുന്ന ആ ഒരു സമയം, അതാണ് ശരിക്കും കൺസെപ്ഷൻ ടു ഡെത്ത്. അങ്ങനെ തന്നെ നമ്മളെ വിഷയവും ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു മിസ്സിങ്ങും വരുന്നില്ല.
പ്രീനാറ്റൽ എന്ന് പറയുന്ന ആ ഒരു പീരീഡിലൊക്കെ വിശാലമായ നല്ല രസമാണ്. അടുത്ത യൂണിറ്റ് ഒക്കെ ഡീപ്പായ സ്റ്റഡി തന്നെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള രീതിയിൽ മെറ്റീരിയൽ നമുക്കുണ്ട്. അതുപോലെ പിന്നെ നമ്മളെ ഓരോ ലൈഫിൽ വരുന്ന ഓരോ ഡയമെൻഷനിലും വരുന്ന ബയോളജിക്കലി ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ കൊഗ്നിറ്റീവ് സോഷ്യൽ ആസ്പെക്റ്റിലൊക്കെ വലിയ ഡെവലപ്മെന്റുകൾ നമ്മൾ ഓരോരാളിലും ഇങ്ങനെ വരും. അത് നമ്മളെ ലൈഫിലുടനീളം നമുക്ക് വരുന്നുണ്ട്. അതൊരു പിന്നെ നിശ്ചിത സമയത്ത് മാത്രമൊന്നുമല്ല. അപ്പോൾ ഈ ശരിക്കും ഡെവലപ്മെന്റ് എന്ന കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിൽ വരുന്ന, നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയിൽ വരുന്ന കൺസെപ്ഷൻ ടു ഡെത്ത് വരെയുള്ള എല്ലാ ചേഞ്ചസുകളും ഡെവലപ്മെന്റുകളും ഒക്കെ ആണ് ഈ ഡെവലപ്മെന്റ് എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാനിത് ഓരോ സ്ലൈഡും മറ്റപ്പുറത്ത് പോയി മാറ്റേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് സോറി. എനിവേ, ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ ലക്ഷ്യങ്ങളുണ്ടാവും. അതിന്റെ ഗോൾ എന്താണ്? ഈ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന്റെ ഈ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എൻവയോൺമെന്റുമായിട്ട് നമ്മളൊരു മനുഷ്യനെ അഡാപ്റ്റ് ചെയ്യിക്കാനുള്ള, അതിനെ ഇനാബിൾ ആക്കുക എന്നുള്ളതാണ്. എൻവയോൺമെന്റുമായിട്ട് പിന്നെ ഓരോ ഡെവലപ്മെന്റ് ഉണ്ടായാൽ മാത്രമേ അഡാപ്റ്റ് ആവുള്ളൂ എൻവയോൺമെന്റുമായിട്ട്. അങ്ങനെ അഡാപ്റ്റ് ചെയ്യിക്കാനുള്ള ഒരു പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും, ഓരോ മനുഷ്യനിലും ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ പീരീഡ് ഉണ്ട്. അങ്ങനെ ഓരോ ഡെവലപ്മെന്റും കൃത്യമായി നടന്ന് അവസാനം ആ ഒരു പീരീഡിലെ ഒരു സക്സസ്ഫുൾ സെൽഫ് ആക്ച്വലൈസേഷൻ പീരീഡിലേക്ക് അതിനെ അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നതാണ് ശരിക്കും ഡെവലപ്മെന്റ്, ഈ നമ്മൾ ലൈഫിൽ ഉണ്ടാവുന്ന ഈ ഡെവലപ്മെന്റിന്റെ ഒക്കെ ഗോള്. ഇനി നമ്മൾ ചെറിയ രീതിയിൽ തന്നെ ഞാൻ ഒരൊറ്റ സ്ലൈഡിൽ തന്നെ നമുക്ക് ഈ ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ളൊരു വിഷയമുണ്ട്. നമ്മൾ ഗ്രോത്ത് നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്, ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഈ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് അത് പിന്നെ നമുക്ക് ഒന്നാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ സൈസിലും ഹൈറ്റിലും വെയിറ്റിലൊക്കെ വരുന്ന ആ ഒരു വളർച്ച ഉണ്ടല്ലോ, ആ ഒരു മാറ്റങ്ങളൊക്കെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. എനിവേ, ഡെവലപ്മെന്റ് ആവുമ്പോൾ നമ്മളെ ഫങ്ഷനിങ്ങിൽ, ബോഡി പ്രോസസ്സിന്റെ ഫങ്ഷനിങ്ങിൽ വരുന്ന ഇമ്പ്രൂവ്മെന്റ്, അതുപോലെ പിന്നെ ഗ്രോത്ത് ആവുമ്പോൾ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഒരു ഇപ്പൊ സൈസ്, അതുപോലെ ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരു മെഷറബിൾ ആയിരിക്കുമല്ലോ. പക്ഷെ ഈ ഡെവലപ്മെന്റ് മെഷറബിൾ ആയിരിക്കൂല. അതുപോലെ തന്നെയാണ് പിന്നെ ഒരു മാക്സിമം ഒരു മെച്യൂരിറ്റി എത്തുക എന്നുള്ള ഈ ഗ്രോത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്, ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഈ ഡെവലപ്മെന്റ് ആകുമ്പോൾ അതൊരു കണ്ടിന്യൂസ് അൺഎൻഡിങ് പ്രോസസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊരു ഈ ഗ്രോത്ത് ഒരു സ്പെസിഫിക് ഏരിയാസിൽ മാത്രമായിരിക്കും ഗ്രോത്ത് ഉള്ളതെങ്കിൽ മറ്റത് കൺസേൺ ടു വേരിയസ് ആസ്പെക്ട് ആണ് ഈ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആയിരിക്കും ഗ്രോത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ നേരെ തിരിച്ച് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമായ മാറ്റങ്ങളൊക്കെയാണ് ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്നത്. ഇനി ഫസ്റ്റ് തന്നെ ഈ വിഷയത്തിലേക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡൊമൈൻസ്. നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് നടക്കുന്നത് ഒരു നിശ്ചിത ഏരിയയിലായിരിക്കില്ല, മറിച്ച് ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, സൈക്കോളജിക്കലി ഉണ്ടാവുന്നുണ്ട്, കോഗ്നിറ്റീവ് ഫങ്ഷൻസിൽ ഉണ്ടാവുന്നുണ്ട്, സോഷ്യലിൽ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഓരോന്നും ഡീപ്പായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫിസിക്കൽ എടുക്കാം. ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഗ്രോത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന നമ്മുടെ ഗ്രോത്തുകളാണ്, ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, നമ്മളെ മോട്ടോർ സ്കിൽസ്, അതുപോലെ ഒരു പിന്നെ ഒരു മറ്റുള്ളവർ നമ്മൾ വേൾഡുമായിട്ട് നമ്മൾക്ക് എങ്ങനെയാണത് ഇന്ററാക്ട് ചെയ്യുന്നത് മറ്റുള്ള, അതുപോലെ സ്പെഷ്യൽ നമ്മളെ ചൈൽഡ്ഹുഡിലെ അഡോളസൻസിൽ പ്രത്യേകിച്ച് ഈ ഒരു പിന്നെ ബോഡി ഗ്രോത്ത്, അതുപോലെ നമ്മുടെ മോട്ടോർ സ്കിൽസ്, ഇതൊക്കെ ചൈൽഡ്ഹുഡിലാണല്ലോ പ്രത്യേകിച്ച് വരുന്ന ഒരു ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഹൗ ഫിസിക്കലി ഡെവലപ്മെന്റ് എഫക്ട്സ് ഹൗ വി സീ ആൻഡ് ഇന്ററാക്ട് വിത്ത് ദി വേൾഡ്. ഇതൊക്കെയാണ് ഫിസിക്കൽ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശം. ഇനി സൈക്കോളജിക്കൽ ഡൊമൈൻ എന്ന് പറയുന്നത്, സൈക്കോളജിക്കൽ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ MPC പിന്നെ 1 നമുക്ക് ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പേഴ്സൺ എങ്ങനെയാണ് ഒരു എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പിന്നെ പൊരുത്തപ്പെടുന്നത്, അതെങ്ങനെ ഒരു ബർത്ത് മുതൽ പിന്നെ എന്ത് ചെയ്യണോ ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു ഇത് വരുന്നുണ്ട്. അതെങ്ങനെ അവൻ ബ്രീത്ത് എടുക്കാൻ പഠിക്കുന്നു, പിന്നെ ഭക്ഷിക്കാൻ, അതുപോലെ ഈറ്റ് ചെയ്യാനും, സംസാരിക്കാനും, നടക്കാനും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഡെവലപ്പായിട്ട് വരുന്ന ഒരു സംഭവമാണത്. അപ്പം ദീസ് അഡ്ജസ്റ്റ്മെന്റ്സ് ഇതൊക്കെ എന്ത് ചെയ്യാണ് നമ്മളെ ഹെൽത്തി ഡെവലപ്മെന്റിനൊക്കെ ഇത് വളരെ ഈ സംഗതികളൊക്കെ ഇതൊക്കെ ആവശ്യമാണ്. പിന്നെ
ഇനി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അത് പിന്നീടുള്ള ജീവിതത്തിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസത്തിലാവും. ഇപ്പൊ സൈക്കോളജിക്കൽ ഡൊമൈൻസിലും എന്ത് വേണം, ഇത് മാറ്റങ്ങളും ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവണം. ഇനി കോഗ്നിറ്റീവ് ഡൊമൈൻ നോക്കുകയാണെങ്കിൽ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ലേണിംഗ്, നമ്മുടെ തിങ്കിങ്, മെമ്മറി കപ്പാസിറ്റി, നമ്മുടെ അറ്റൻഷൻ, പെർസെപ്ഷൻ തുടങ്ങിയിട്ടുള്ള കോഗ്നിറ്റീവ് ഡൊമൈൻസുകൾ ഉണ്ടല്ലോ, ഇതിനെയാണ് ഈ ഫോക്കസ് ചെയ്യുന്നത് കോഗ്നിറ്റീവ് ഡൊമൈനിലെ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ കുട്ടികളെ സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ ഡെയിലി ലൈഫിലുള്ള പ്രോഗ്രസ്സുകൾ ഇതൊക്കെയാണ് ഈ കോഗ്നിറ്റീവ് ഡൊമൈൻസിൽ ശ്രദ്ധിക്കുന്നത്. ഒരു നമ്മളെ മെമ്മറി എങ്ങനെയാണ് നമ്മളൊരു മെമ്മറി ഡിക്ലൈൻ ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രായം ആയിട്ട് നമുക്ക് പിന്നെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ കോഗ്നിറ്റീവ് ഡൊമൈൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെടുന്നതാണ്. ഇനി അതുപോലെ തന്നെയാണ് സോഷ്യൽ ഡൊമൈൻ ഉണ്ട്. സോഷ്യൽ ഡൊമൈൻ ഫോക്കസ് ചെയ്യുന്നത് അതിൽ നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതും നമ്മളെ സോഷ്യൽ ബിഹേവിയർ, അതുപോലെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന വിഷയങ്ങൾ, നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന വിഷയം, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളുള്ള ഡെവലപ്മെന്റ് ആണ് സോഷ്യൽ ഡൊമൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു രീതിയിൽ ഫിസിക്കലി മാത്രമല്ല മറ്റ് രീതിയിലും, അതുപോലെ ഫിസിക്കലി, സൈക്കോളജിക്കലി, അതുപോലെ സോഷ്യലി, കോഗ്നിറ്റീവ്ലി ഒക്കെ നമുക്ക് ചേഞ്ചസും ഡെവലപ്മെന്റും നടക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഈ ഒരു ഡൊമൈൻസുകൾ പരിചയപ്പെടുത്തിയത്. എന്തായാലും ഈ ഒരു ഡൊമൈൻസുകളൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്, അതുപോലെ എല്ലാം പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പ്രമുഖ സൈക്കോളജിസ്റ്റുകളായ ബോയ്ഡ് ആൻഡ് ബി ഒക്കെ 2006 തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു പിന്നെ തറ എന്ന് പറയാം. നമ്മൾ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹ്യൂമന്റെ ഗ്രോത്തിനെ കുറിച്ചാണ്. അത് ഹ്യൂമൻ ഗ്രോത്ത് എവിടെ നിന്ന് മുതൽ, ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത്, അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചു. കൺസെപ്ഷൻ ടു ഡെത്തിലേക്കുള്ള ഹ്യൂമൻ ഒരു മനുഷ്യന്റെ ഒരു പിന്നെ പ്രോസസ്സാണ്, ഗ്രോത്തിന്റെ പ്രോസസ്സിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ഫിസിക്കലി, മെന്റലി, നമ്മൾ ഇമോഷണലി, സോഷ്യലി ഒക്കെ ചേഞ്ചസ് വരുന്നുണ്ടല്ലോ. കാലങ്ങൾ ഓരോ സമയത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളൊക്കെ ഇത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇത് വെറും നമ്മളൊരു ജസ്റ്റ് നമ്മൾ വലുതാവുക എന്നുള്ള ഒരു സംഭവമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കൂടുതൽ മെച്യൂർ ആവുക, കൂടുതൽ പഠിക്കുക, കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് കൂടുതൽ മെച്യൂർ ആവുക എന്നുള്ള ഒരു ഇതാണ് ഈ ഡെവലപ്മെന്റ് കൊണ്ട് അർത്ഥാക്കുന്നത്. സയന്റിസ്റ്റുകളൊക്കെ ഈ ഒരു പിന്നെ ഇത് പഠിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ ഒരു ചേഞ്ചസുകൾ, എന്തിന് ഒരു മനുഷ്യനിൽ ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടാവുന്നത് എന്നുള്ളതിൽ പഠനം നടത്തിയിട്ടുണ്ട്. അവര് എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്നതെന്നും പഠിച്ചിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചേഞ്ചസുകളൊക്കെ ഉണ്ടാവുന്നതെന്നൊക്കെ പഠനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്കറിയാം പിന്നെ ഈ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവില് നമ്മുടെ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ്, നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതുപോലെ ഇമോഷൻസിൽ ഉണ്ടാവുന്ന നമ്മുടെ ഡെവലപ്മെന്റ്, കുട്ടികൾ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ഉണ്ടാവുന്ന ഇമോഷൻസിലെ ഒരു വിഷയം വരുമ്പോൾ അതിനെ എങ്ങനെ ഇമോഷണലി ഡീൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത്, പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ പിന്നെ രീതിയിൽ ഒരു ഐഡന്റിറ്റി ഫോർമേഷനിലൊക്കെ എന്താവുന്നുണ്ട്, പിന്നെ ഈ ഒരു ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ ഈ ഡെവലപ്മെന്റ് തന്നെ ചില കാര്യങ്ങൾ ചേഞ്ചസ് നടക്കുന്നത് എങ്ങനെയാണ്, അത് വളരെ സ്ലോ ആയിരിക്കും, കാലങ്ങൾ എടുത്തിട്ടായിരിക്കും ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. മറിച്ച് ചില കാര്യങ്ങൾ പിന്നെ സ്റ്റേജുകളായിട്ടാണ് നടക്കുക. ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് ഡെവലപ്മെന്റ് നടക്കും, പിന്നെ അതിന്റെ അടുത്ത സ്റ്റേജ് ഡീറ്റെയിൽ ഒക്കെ ഇനി വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെയാണ് ഈ വിഷയം, അതുകൊണ്ടാണ് അത്ര ഇൻട്രസ്റ്റീവ് ആവാത്തത്. ഇനി നല്ല രസമുള്ള ഇതൊക്കെ വരുന്നുണ്ട്. എനിവേ നമ്മൾ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിനെ കൊണ്ട് കുറച്ച് ഒന്നും കൂടി ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. ഇതിന്റെ ആമുഖമാണ് ഇതുവരെ പറഞ്ഞതൊക്കെ. ഒരു ശരിക്കും 4 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സസുകൾ ഈ ഡെവലപ്മെന്റിനെ ഷേപ്പ് ചെയ്യുന്നതിൽ, ഈ ഡെവലപ്മെന്റ് ഒരു മനുഷ്യനെ ഷേപ്പ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ബയോളജിക്കൽ ഫോഴ്സസ് ആണ്, ഏതെങ്കിലും ഒന്ന് മാത്രമല്ല. ബയോളജിക്കൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ ജനറ്റിക് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട്. അത് ഡെവലപ്മെന്റിനെ, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഓരോ സമയത്തും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ജനറ്റിക് ഫാക്ടേഴ്സ് നമുക്കറിയാം. ഒരു പിന്നെ കുട്ടി ജനിക്കുന്ന സമയത്ത് ഇൻബോൺ ആയിട്ടുണ്ടാവുന്ന കുറെ സംഗതികളുണ്ട്.
അപ്പോൾ അതാണ് ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇവരെ ഡെവലപ്മെന്റിനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ ഫോഴ്സസ് ആണ് രണ്ടാമത്തത്. സൈക്കോളജിക്കൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്റേണൽ ആയിട്ടുള്ള അവന്റെ പെർസെപ്ഷൻ, അതുപോലെ കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, അപ്പോൾ ഉണ്ടാകുന്ന പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഡെവലപ്മെന്റിന് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് അതിനുശേഷം സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവന്റെ ഫാക്ടേഴ്സ് ഒക്കെ ആ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സും സെയിം തന്നെ. പിന്നെ അത് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ടാവുമല്ലോ, ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതുപോലെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, കൾച്ചറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, പിന്നെ നമ്മൾ എത്തിക്കലായിട്ട് വരുന്ന ഫാക്ടേഴ്സിന്റെ മാറ്റങ്ങളും അതിന്റെ സ്വാധീനങ്ങളും ഒക്കെ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിൽ നമുക്ക് ഇപ്പം വെസ്റ്റേണിൽ ഉള്ള ആളുകൾ, ശേഷവും വരുന്നുണ്ട് വിഷയം ഡീപ്പായിട്ട്, വെസ്റ്റേൺ ഈ യൂറോപ്പിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കേരളക്കാരെ പോലെയുള്ള ഒരു സ്വഭാവമായിരിക്കുമല്ലോ അവർക്ക് ഉണ്ടാവുക. അവരുടെ ഡെവലപ്മെന്റിലൊക്കെ ഉണ്ടാകുന്നത്, ഓരോ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് അവസാനം അവരൊരു സെൽഫിഷ്നെസ് അവരിലേക്ക് കൂടി വരും. നേരെ മറിച്ച് നമ്മളൊരു കളക്ടിവിസ്റ്റിക് തോട്ടാണ് നമ്മളിലേക്ക് കൂടി വരിക. അവസാനമാകുമ്പോഴേക്കും നമുക്ക് എല്ലാവരോടും പിന്നെ സഹകരിച്ച് എല്ലാവരും ഹെൽപ്പ് ചെയ്ത് അങ്ങനെ പോകണമെന്ന ഒരു മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് ഒരു പിന്നെ സെൽഫിഷ്നെസ് ഉള്ള ഒരു രീതിയിലേക്കാണ് അവരുടെ സ്വഭാവം മാറിപ്പോകുന്നത്. എന്തായാലും അവസാനമായിട്ട് ലൈഫ് സൈക്കിൾ ഫോഴ്സസും ഇതിനെ എന്താകുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓരോ സമയത്തും വരുന്ന ലൈഫ് സൈക്കിളിൽ വരുന്ന പ്രശ്നങ്ങൾ, വ്യത്യസ്തമായ ഏജിങ്ങിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഡെവലപ്മെന്റിന്റെ സ്റ്റേജുകളാണ് പറയുന്നത്. ഡെവലപ്മെന്റ് സ്റ്റേജ് ഇത് നല്ലതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യനിലും തുടക്കം മുതൽ നേരത്തെ പറഞ്ഞതുപോലെ അവസാനം വരെയുള്ള പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ഓരോ ബ്ലോക്കിലായിട്ട് ഇവിടെ പറയുന്നുണ്ടെങ്കിലും അത് മൊത്തത്തിൽ ഒന്ന് ഇവിടെ പറഞ്ഞു മാത്രം സ്റ്റേജുകൾ എന്താണെന്ന്. ഒന്ന് പ്രീനാറ്റൽ സ്റ്റേജ് ആണ്. നമുക്കറിയാം പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബർത്തിന് മുന്നേയുള്ള സ്റ്റേജ് ആണ് പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ഇൻഫൻസി സ്റ്റേജ്. ഇൻഫൻസി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് 2 വർഷം വരെ ഇൻഫാൻസി പീരീഡ് ആയിരിക്കും. പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയൊക്കെ നമുക്ക് കണക്കാക്കാം. ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കോളജിസ്റ്റുകൾ ഇടയിൽ തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട്. പിന്നെ മിഡിൽ ആൻഡ് ലൈറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 6 to 12 ഇയേഴ്സ്. പിന്നെ കൗമാരപ്രായം, അഡോളസെൻസ് 13 വയസ്സ് മുതൽ 18 എന്ന് പറയുന്നവരുണ്ട്, 23 വരെ എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, ഏതായാലും ഏർലി അഡൽട്ട്ഹുഡ് ആണ് പിന്നെ വരുന്നത് 19 വയസ്സ് മുതൽ 20 വയസ്സ് വരെ. പിന്നെ മിഡിൽ അഡൽട്ട്ഹുഡ് 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെയും. ലേറ്റ് അഡൽട്ട്ഹുഡ് അതായത് നമ്മൾ വാർദ്ധക്യ കാലം 61 മുതൽ അതിൽ അങ്ങോട്ട് അവസാനം ഡെത്തിലേക്ക് എത്തും. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ സ്റ്റേജസുകൾ ഒന്നിവിടെ ഒറ്റ സ്ലൈഡിലായിട്ട് കാണിക്കുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ധാരാളം വട്ടം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. ഡെവലപ്മെന്റ് ഒരു സ്റ്റോപ്പ് ആകുന്ന അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കാം. ഞാൻ പറയുമ്പോൾ തന്നെ അവരൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആവും. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? കൺസെപ്ഷൻ ടു ഡെത്ത് ആണ്. അതുവരെ ഇങ്ങനെ ലൈഫ് ലോങ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് മൾട്ടി ഡയമെൻഷനിലാണ്. മൾട്ടി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, ഇത് ഡെവലപ്മെന്റ് നടക്കുന്നത് ചില ഏരിയകളിൽ മാത്രമല്ല, ബയോളജിക്കലി, സോഷ്യലി, ഇമോഷണലി, കൾച്ചറലി, ഫിസിക്കലി ഒക്കെ എന്താകുന്നുണ്ട് നടക്കുന്നത് കൊണ്ട് ഇതൊരു മൾട്ടി ഡയമെൻഷനിലായിട്ടാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. അതൊരു സ്വഭാവമാണ് അതിന്റെ. പിന്നെ ഒന്ന് മൾട്ടി ഡയറക്ഷനിലാണ് മൂന്നാമത്തത്. മൾട്ടി ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില കുട്ടികളിൽ നമുക്കറിയാം ചില പാടാനുള്ള കഴിവുള്ള കുട്ടികളുണ്ടാവും. അവർക്ക് ചിലപ്പം ആർട്ടിലോ മറ്റു സ്പോർട്സിലോ കഴിവുണ്ടായിക്കൊള്ളുന്നില്ല. മറിച്ച് അതുപോലെ ചില ഏരിയകളിലായിരിക്കും ഒരു കഴിവ്. അതുകൊണ്ടാണ് ഈ ഡെവലപ്മെന്റ് നടക്കുന്നത് മൾട്ടി ഡയറക്ഷനിലായിരിക്കും. അതായത് ചില കുട്ടികളിൽ ഈ മ്യൂസിക് കപ്പാസിറ്റി ആ ഡെവലപ്മെന്റ് നല്ലോണം നടന്നിട്ടുണ്ടെങ്കിൽ ആർട്ടിലും സ്പോർട്ടിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആർട്ടിലും സ്പോർട്ടിലൊക്കെ കുറച്ച് കുറവായിരിക്കും. അങ്ങനെ മൾട്ടി ഡയറക്ഷനിലായിട്ടാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. പിന്നെ നാലാമത്തത് ഇതൊരു ഈ പ്ലാസ്റ്റിക് എന്ന് പറയും. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി എന്ന സ്വഭാവം ഉണ്ട് എന്നാണ് അർത്ഥം. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ അത് മോഡിഫയബിൾ ആണ് എന്നാണ് അതിന്റെ ഒരു മീൻ ചെയ്യുന്നത്. മോഡിഫയബിൾ ആണ്, സിറ്റുവേഷൻ അനുസരിച്ച് മോഡിഫയബിൾ ആണ്. അതിനൊരു എക്സാമ്പിൾ, നല്ലൊരു എക്സാമ്പിൾ പറയാം. നമുക്ക്
ചില പ്രസവിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബ്രെയിനിലൊക്കെ ചില ഡാമേജും അല്ലെങ്കിൽ ഈ എപ്പിലെപ്സി ഒക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ബ്രെയിൻ റിമൂവൽ ഒക്കെ നടക്കും. ബ്രെയിൻ റിമൂവലിന്റെ ചിലപ്പോൾ ചില പാർട്സുകളൊക്കെ ആയിരിക്കും റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അത് പിന്നെ അത് ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് അത് കവർ ചെയ്യും. ചിലപ്പോൾ റിമൂവൽ നടന്നാൽ പോലും ഇത് ഡെവലപ്മെന്റ് എന്നത് പ്ലാസ്റ്റിസിറ്റി ഉള്ളതായതുകൊണ്ട് അത് ഓവർകം ചെയ്യും എന്നാണ് പറയുന്നത്. അത് അതിൽ പിന്നെ മോഡിഫൈബിൾ ആയിട്ട് അത് ഓവർകം ചെയ്യുന്ന ഒരു സംഭവം, അതിനാണ് ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന് കോണ്ടെക്സ്റ്റൽ ആണ്. കോണ്ടെക്സ്റ്റൽ എന്ന് പറയുന്നത് പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കൾച്ചർ ഒക്കെ വെച്ചിട്ട് ഡിഫറൻസ് കോണ്ടെക്സ്റ്റിലുള്ള ആളുകൾ ഡിഫറെന്റ് പിന്നെ സ്വഭാവക്കാരായി മാറും. ഈ ഒരു ഡെവലപ്മെന്റും അങ്ങനെ തന്നെയാണ്, ഡിഫർ ചെയ്ത് നിൽക്കും. വെസ്റ്റേണിലും ഈസ്റ്റേണിലും ഇതൊക്കെ അവരുടെ ഒരു എൻവയോൺമെന്റൽ എഫക്റ്റ് അത് കാണാം. അതാണ് ഈ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റൽ ആണെന്ന് പറയാൻ കാരണം. ഇനി അടുത്തൊരു സ്വഭാവമാണ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി. നമ്മൾ നേരത്തെ പറഞ്ഞു, മൾട്ടി ഡയമെൻഷണൽ പറഞ്ഞു, മൾട്ടി ഡയറക്ഷണൽ പറഞ്ഞു. ഇത് മൂന്നും പഠിക്കാൻ സുഖമാണ്. കണക്ട് ചെയ്തിട്ട് മൾട്ടി ഡിസിപ്ലിനറിയും കൂടിയുണ്ട്. ഈ ഡെവലപ്മെന്റ് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഒരു ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ജസ്റ്റ് സൈക്കോളജി മാത്രം പോരാ, ശരിക്കും അതിന് സോഷ്യോളജിയും പിന്നെ അതുപോലെ തന്നെ ന്യൂറോ സയൻസും ഒക്കെ എല്ലാം ഇന്റർ കണക്റ്റഡ് ആയ ഒരു സാധനം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറയാൻ കാരണം. ഇനി ഡെവലപ്മെന്റ് എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? ഗ്രോത്തിനെ, മെയിൻ്റനൻസിനെ, റെഗുലേഷനെ ഒക്കെ ഈ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇതിൽ നടക്കുന്ന ഗ്രോത്ത്, നമ്മൾ ചില മാറ്റങ്ങൾ, അതുപോലെ ചില റെഗുലേഷൻസുകളൊക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഇനി ഹിസ്റ്ററി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി പിന്നെ നമുക്ക് എംബെഡഡ് ടു ഇൻ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ചില പാൻഡമിക് സംഭവങ്ങൾ. ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നടന്നു. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ആ സമയത്ത് അതിന് ശേഷം ഉണ്ടാവുന്ന ആളുകൾ, ആ സമയത്തിൽ ഉണ്ടായിരുന്ന ആ കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഉണ്ടല്ലോ, പിന്നെ ആ മാറ്റങ്ങളാണ് ഈ എംബെഡഡ് ഇൻ ഹിസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സ്വഭാവത്തിനുണ്ട്. ആ സമയത്തുള്ള കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഡെവലപ്മെന്റിൽ ചിലപ്പോൾ ഒരേ രീതിയിലുള്ള മാറ്റങ്ങൾ കാണാം, ഡെവലപ്മെന്റുകൾ കാണാം. അത് പിന്നീട് ചിലപ്പോൾ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിലൊക്കെ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ നോർമാറ്റീവ് ഏജ് ഗ്രേഡ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ഒരു കൂട്ടം കുട്ടികൾ എടുക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ നോർമാറ്റീവ് ഏജ് ഗ്രേഡഡ് എന്ന് പറയുന്നത് ഒരു വയസ്സിൽ, ഇപ്പോൾ രണ്ടാമത്തെ വയസ്സിൽ നടക്കേണ്ട കുറെ ഡെവലപ്മെന്റുകൾ ഉണ്ടല്ലോ, അത് ആ കുട്ടികളിലെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ രണ്ടാം വയസ്സിൽ നടക്കേണ്ട ആ ഒരു സംഗതി നടന്നിട്ടുണ്ടാവും. അതാണ് നോർമാറ്റീവ് ഏജ് ഗ്രേഡഡ് ഇൻഫ്ലുവൻസ്, അതിൻ്റെ ഒരു സ്വഭാവമാണ്. പിന്നെ നോർമാറ്റീവ് ഹിസ്റ്ററി ഇൻഫ്ലുവൻസസ്, ഉദാഹരണത്തിന് നമ്മളെ പിന്നെ എന്തെങ്കിലും പാൻഡമിക് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എയ്ഡ്സ്, അതുപോലെ നമ്മൾ കൊറോണ ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ആ സമയത്ത് ഒരു ഇത് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെതായ ഒരു സ്വാധീനം ഡെവലപ്മെന്റിൽ ഉണ്ടാവും എന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. പിന്നെ നോർമാറ്റീവ് ഇവന്റ്സ്, എന്തെങ്കിലുമൊക്കെ റയർ കേസുകൾ, ട്രോമകളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനും എന്തുണ്ട്, ഇതിന് സ്വാധീനം ഉണ്ട്. എനിവേ ഇതൊന്ന് പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ട് ഒന്നും കൂടി ഞാൻ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ആർക്കെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞാൽ നന്നാവും. നിങ്ങൾ ഈ വൺ വേ പ്രസന്റേഷൻ ഭയങ്കര പ്രശ്നമാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ ഇപ്പൊ പറഞ്ഞ ഈ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിലെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്? ഒന്ന് ജസ്റ്റ് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഒന്ന് ലൈഫ് ലോങ് ആണെന്ന് പറഞ്ഞു. പിന്നെ മൾട്ടി ഡയമെൻഷണൽ മോഡിഫയബിൾ ഓക്കെ, കോണ്ടെക്സ്റ്റൽ പിന്നെ 11 പറഞ്ഞു. ലൈഫ് ലോങ്, മൾട്ടി ഡയമെൻഷണൽ, മൾട്ടി ഡയറക്ഷണൽ, മൾട്ടി ഡിസിപ്ലിനറി. യെസ്, മൾട്ടി ഡിസിപ്ലിനറി. പ്ലാസ്റ്റിക് ആണ് മോഡിഫയബിൾ ഒരാൾ പറഞ്ഞു. ഇനി പ്ലാസ്റ്റിക് അതന്നെ ഓർമ്മിച്ചോ, വേർഡ് തന്നെ പ്ലാസ്റ്റിക് എളുപ്പമാണ്. കോണ്ടെക്സ്റ്റൽ പറഞ്ഞു. പിന്നെ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗ്രോത്തിനെയും മെയിൻ്റനൻസ് റെഗുലേഷൻസിനെയൊക്കെ നമ്മൾ ഉണ്ടാവുന്ന അതൊക്കെ ഡെവലപ്പ് ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഹിസ്റ്ററി ഗ്രേഡഡ് ഇൻഫ്ലുവൻസ്, നോർമാറ്റീവ് ഏജ് ഗ്രേഡഡ് ഇൻഫ്ലുവൻസ്, അത് ഒരുമിച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നോർമാറ്റീവ് ഏജ് ഗ്രേഡഡ് ഇൻഫ്ലുവൻസ്, നോർമാറ്റീവ് ഹിസ്റ്ററി ഇൻഫ്ലുവൻസ്, നോൺ നോർമാറ്റീവ് ഇവന്റ്സ്, യെസ്, റയർ കേസസ്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ഇപ്പം ഇതുവരെ ഉള്ളതിൽ. മറ്റേത് കാമുകയായിരുന്നു. മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്, അതിന്റെ ക്യാരക്ടേഴ്സ്, അതിന്റെ സ്വഭാവം എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിൽ പഠിക്കുന്ന സമയത്ത് ചില ഫാക്റ്റുകൾ ഉണ്ട്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ.
ഇതിൽ കുറെ വിവാദങ്ങളും മറ്റൊക്കെ ഉള്ള ഒരു വിഷയമാണല്ലോ സൈക്കോളജി പറഞ്ഞ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ വിവാദങ്ങൾ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഇപ്പോൾ ചില ഫാക്റ്റുകൾ ഇതിൽ വരുന്നുണ്ട്. ഒന്ന്, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഏർലി ഫൗണ്ടേഷൻസ് ആർ ക്രിട്ടിക്കൽ. നമുക്കറിയാം ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ചില സംഭവങ്ങൾ അത് ക്രിട്ടിക്കലാണ് ഈ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിൽ. നമുക്കറിയാം പിന്നെ നമ്മൾ പറയലുണ്ടല്ലോ, എന്നാൽ ചെറുപ്പത്തിലെ ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നറിയില്ല. അതുപോലെ ആ സംഗതി അത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശം. ഏർലി ഫൗണ്ടേഷൻസ് ആർ ക്രിട്ടിക്കൽ. ചില സംഭവങ്ങൾ ചെറുപ്പത്തിൽ ആ ഒരു ഡെവലപ്മെന്റിന്റെ സമയത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ അഡ്ജസ്റ്റ്മെന്റിനെ അവർ ബാധിക്കും. അത് ശേഷം അവരുടെ ലൈഫിൽ അത് എഫക്ട് ചെയ്യുന്ന ധാരാളം ഉദാഹരണങ്ങൾ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ടാവും. ഉദാഹരണത്തിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് എന്തെങ്കിലും ട്രോമ വന്നു, അല്ലെങ്കിൽ ഒരു പാരന്റ്സ് അവരിൽ നിന്ന് വിട്ടു നിന്നു കുറെ കാലം ആ സമയത്ത് ഡെവലപ്പ്. അപ്പൊ അതൊക്കെ അങ്ങനത്തെ സംഗതികളൊക്കെ പിന്നീട് നമുക്ക് അവരെ ലൈഫിന് എന്തായാലും എഫക്ട് ചെയ്യും. അതാണ് ഏർലി ഫൗണ്ടേഷൻസ് ആർ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞത്. ഈ ഫാക്റ്റുകൾ നേരത്തെ പറഞ്ഞത് ഇതാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അത് രണ്ടും മാറിപ്പോകരുത്. ഇത് ഫാക്റ്റ് ആണ്. ഇത് നമ്മൾ ചില സത്യങ്ങളാണ്, ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്തിൽ ചില സത്യങ്ങൾ. അത് നമുക്കും ലൈഫിൽ നമ്മളെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് പ്രത്യേകം ഉപകാരപ്പെടുന്ന സാധനമാണിത്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ ഡെവലപ്മെന്റിന്റെ സമയത്ത് കുട്ടികളിൽ എഫക്ട് ചെയ്യുന്ന ചില എഫക്റ്റ് അവരുടെ ലാറ്റർ അവരുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും എന്നുള്ളതാണ് ആ ഫാക്റ്റ്. മറ്റൊന്ന് മാച്ചുറേഷൻ ആൻഡ് ലേണിംഗ് ആണ്. ശരിക്കും ലേണിംഗ് എക്സ്പീരിയൻസിങ് എന്ന് പറയുന്ന സാധനം മാത്രമല്ല ഒരു ഡെവലപ്മെന്റിൽ ബാധിക്കുന്ന കാര്യം. നമ്മൾ ആ ഒരു മെച്ചർ ആവുക എന്നുള്ളതാണ്. ഓരോ ഡെവലപ്മെന്റും അതിനൊരു രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് എന്നാണ്. അത് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ചില സംഗതികൾ നാച്ചുറൽ ഗ്രോത്ത്, അതായത് മെച്ചുറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന നാച്ചുറൽ ഗ്രോത്ത് ആണ്. അതും എക്സ്പീരിയൻസ് തമ്മിൽ മിക്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഡെവലപ്മെന്റ് നടക്കുന്നത്. അതൊരു ഫാക്റ്റ് ആണ്. പിന്നെ ഒന്ന് ഇത് നന്നായിട്ട് മനസ്സിലാക്കണേ, ഇത് ഒരു പ്രഡിക്റ്റബിൾ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. പ്രഡിക്റ്റബിൾ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത് എന്താണ്, അവിടെ ഒരു കൃത്യമായ പാറ്റേൺ ഡെവലപ്മെന്റിൽ ഓരോ കുട്ടിയിലും ഡെവലപ്മെന്റിൽ കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആദ്യം ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് നടക്കുന്നത് എങ്ങനെയാ, ഫ്രം ഹെഡ് ടു ടു. അതായത് തലയിൽ നിന്നാണ് ആദ്യം ഒരു കുട്ടിയാണ് സമയത്ത് തലയാണ് ആദ്യം ഡെവലപ്പ്. തലയിൽ നിന്ന് കാലിലേക്കാണ് വരുന്നത് ഡെവലപ്മെന്റ്. അതിനാണ് സിഫാലോ കോഡല്ലോ എന്നാണ് പറയാം. അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. സിഫാലോ കോഡല്ലോ എന്നാണ് ഈ ടേമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് നടക്കുന്നത് അതാണ് സിഫാലോ കോഡല്ലോ. ഇനി പിന്നീട് ഡെവലപ്മെന്റ് നടക്കുന്നത് തലയല്ല. ആദ്യം തലയിൽ നിന്ന് കാലിലേക്ക് ഡെവലപ്പ് ആകുന്ന ഈ കുട്ടി പിന്നീട് ആ കുട്ടിയുടെ സെൻട്രൽ ആക്സിസിൽ നിന്ന് ബോഡിയിലേക്ക് മുഴുവൻ ഡെവലപ്മെന്റ് ആവുകയാണ്. അതാണ് പ്രോക്സിമോഡിസ്റ്റൽ ലോ എന്ന് പറയുന്നത്. പ്രോക്സിമോഡിസ്റ്റൽ ലോ എന്ന് അതിന് പറയാം. അതങ്ങനെ തന്നെ ഒരു രസമായിട്ട് ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ അങ്ങനെ തന്നെ രസമാണ് പഠിക്കാൻ. സിഫാലോ കോഡല്ലോ, പ്രോക്സിമോഡിസ്റ്റൽ ലോ. ഇത് ലാസ്റ്റ് ഞാൻ ചോദിക്കും, ഒന്ന് ഓർമ്മിച്ച് വെച്ചോ. സിഫാലോ കോഡല്ലോ, പ്രോക്സിമോഡിസ്റ്റൽ ലോ, ഈ രണ്ട് സംഭവം ഇതൊരു ഫാക്റ്റ് ആണ്. അതുകൊണ്ട് പ്രെഡിക്റ്റബിൾ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ ഫാക്റ്റ്. ഓക്കെ, അത് ഇങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്നർത്ഥം. ഇനി അടുത്തൊരു ഫാക്റ്റ് ആണ്, എല്ലാ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണ്. നമുക്കറിയാം അല്ലെ, ഓരോരാൾക്കും അവരുടേതായ യൂണിക് ക്യാരക്ടർ, യൂണിക് എന്തുണ്ട്, പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും അവരുടേതായ ഡെവലപ്മെന്റ് അവരുടെ രീതിയിൽ നടക്കും. എല്ലാം ഒരുപോലെ നമുക്ക് ആവണം എന്ന് നമുക്ക് വാദിക്കാനൊന്നും പറ്റൂല. അതൊരു ഫാക്റ്റാണ്. നമുക്ക് എന്ത് ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴും അത് അംഗീകരിച്ചേ പറ്റൂ. എല്ലാവരും ഡിഫറെന്റ് ആണ്. അപ്പം ഡെവലപ്മെന്റിലും അങ്ങനെ ഡിഫറൻസ് ഒക്കെ കാണാമെന്നർത്ഥം. ഇനി അടുത്തൊന്ന്, ഓരോ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്തും അതിലൊക്കെ ഓരോ റിസ്കുകളുണ്ട്. ഇതങ്ങനെ തന്നെ ഒരു രീതിയിൽ പഠിക്കണേ. അതായത് ഇതിനെ ഒരു കീറി മുറിച്ച് ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അവലോകനം നടത്തുന്നത് പോലെ തന്നെ ഈ ഫാക്ട് മനസ്സിലാക്കണം. ഓരോ സ്റ്റേജിലും ഡെവലപ്മെന്റിന്റെ ഫേസിലും എന്തുണ്ട്, റിസ്കുകളുണ്ട്. അത് ചിലപ്പോൾ ഫിസിക്കലി ഉള്ള റിസ്കുകളാവാം, സൈക്കോളജിക്കലി ആവാം, എൻവയോൺമെന്റൽ ആവാം, എന്ത് ചാലഞ്ചസും ആവാം. അത് ഈ കുട്ടിയുടെ അഡ്ജസ്റ്റ്മെന്റിനെ ബാധിക്കും. മാൽ അഡ്ജസ്റ്റ്മെന്റ് ആവും. അപ്പോൾ അവരെ ആ ഡെവലപ്മെന്റിനെ പ്രശ്നം ബാധിക്കും. അത് ഫിസിക്കലി ചിലപ്പോൾ ഒരു ഡെവലപ്മെന്റ് നടക്കേണ്ട സമയത്ത് ഒരു മോട്ടോർ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു മോട്ടോർ ഡെവലപ്മെന്റ് നടക്കുന്ന സമയം, മോട്ടോർ ഡെവലപ്മെന്റ് പറഞ്ഞാൽ അവരുടെ മൂവ്മെന്റിലും മറ്റൊക്കെ ഡെവലപ്മെന്റിനാണ് കേട്ടോ. അത് നടക്കേണ്ട സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു, കിടപ്പിലായി പോയാൽ, ഒരു കുറച്ച് കാലം കിടപ്പിലായി എന്ന് വിചാരിച്ചോ, അതൊരു റിസ്ക് ആണ്. ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ മൊത്തം അത് ബാധിക്കും എന്നർത്ഥം. അതാണ് ഒരു ഫാക്ട്. പിന്നെ ഒന്ന്, സ്റ്റിമുലേഷൻ ഈ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഫാക്ട്. അതായത് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, തിരികെ കൊടുക്കുക, പുറത്തുനിന്ന് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക. അതൊരു
കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും. എങ്ങനെ ചില സംഭവങ്ങൾ, ചില പിന്നെ എൻകറേജ്മെന്റുകൾ, സപ്പോർട്ടുകൾ ആ ഡെവലപ്മെന്റിന് ഇങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് തന്നെ അറിയാം. കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്ന സമയം എത്രയായിരിക്കും? ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുങ്ങനെ തുടങ്ങൂലേ, 1 വേർഡ് അട്ടറൻസ്, പിന്നെ 2 വേർഡ് അട്ടറൻസ്, അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ തുടങ്ങി ആ ഒരു 1.5-2 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, കുട്ടികൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ തെറ്റൊക്കെ ഉണ്ടാവും. അപ്പം കൂടുതൽ അവരോട് വൊക്കാബുലറി കൂട്ടി അവരെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് ആണെങ്കിൽ ആ കുട്ടി പെട്ടെന്ന് സംസാരിക്കാൻ പഠിക്കുന്ന ഒരവസ്ഥ. അതാണ് സ്റ്റിമുലേഷൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് തെളിവ്. എല്ലാ ഡെവലപ്മെന്റിലും അങ്ങനെ തന്നെ. അവരുടെ ഏതെങ്കിലും ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അതിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ഇനി കൾച്ചറൽ ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കൾച്ചറൽ ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളക്കാരിലായ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ഡെവലപ്മെന്റ് അല്ലല്ലോ നമ്മൾ മറ്റു കേരളത്തിന് പുറത്ത് പോയാൽ നമുക്ക് അവരിൽ കാണാൻ കഴിയുന്നത്. അവരിൽ വലിയ പിന്നെ കുറച്ച് പ്രായമായ നമ്മളെ കുട്ടികളിലൊക്കെ മെച്യൂരിറ്റി പെട്ടെന്ന് എന്ത് ചെയ്യും, ഡെവലപ്പ് ആകുന്നുണ്ട്. അത് പേരൻസിന്റെ ഒരു സ്വാധീനത്തിലുണ്ടല്ലോ. നേരെ മറിച്ച് മറ്റു സ്ഥലങ്ങളിൽ ചിലപ്പോൾ അത് കാണാൻ കഴിയുന്നില്ല. അതന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവ്. കൾച്ചറൽ ചേഞ്ചസ്, അതുപോലെ സൊസൈറ്റി അടുത്തൊരു ഫാക്റ്റ് ആണ്, ഇത് വളരെ രസമാണ്. സൊസൈറ്റി ഹാസ് എക്സ്പെക്ടേഷൻ ഫോർ ഈച്ച് സ്റ്റേജ്. ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിനും സൊസൈറ്റിക്ക് ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ശരിയാണത്. കാരണം നമുക്കറിയാലോ, പിന്നെ സോഷ്യൽ റൂൾസ് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഫാമിലി തന്നെ, ചില ഫാമിലിയിൽ തറവാട് അവർക്കൊക്കെ ഒരു റൂൾസ് ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് അത് പറ്റില്ല എന്നുള്ളൊരു നോംസും ലോ ഒക്കെ ഉണ്ടാവും. എഴുതിപ്പെട്ടിട്ടില്ലെങ്കിലും ആ രീതിയിൽ ഉണ്ടെങ്കിൽ അത് ഇതിനെ ബാധിക്കും. കുട്ടിയുടെ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യും, അത് ബാധിക്കുന്നുണ്ട്. സൊസൈറ്റിക്ക് ഇപ്പോൾ നമ്മളെ നാട്ടിൽ പിന്നെ എന്ത് ചെയ്യണം, ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ, പിന്നെ 20 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിക്കുള്ള ഒരു നോംസ് എന്താ, ആ കുട്ടി കല്യാണം കഴിച്ചിരിക്കണം. അതിനുശേഷം അത് നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ നേരെ മറിച്ച് ഇപ്പം മാറി വരുന്നുണ്ട് എഡ്യൂക്കേഷൻ ശ്രദ്ധ. എന്നാലും ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഭയങ്കര പ്രശ്നമായില്ലേ. അതൊക്കെ ഡെവലപ്മെന്റ് അതിനെ എഫക്ട് ചെയ്യും. അതൊരു സൊസൈറ്റിക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ, ഇന്ന സാധനങ്ങളൊക്കെ ഡെവലപ്പ് ആവണം, ഇങ്ങനെയൊക്കെ ആവണം, ഇത്ര വയസ്സിൽ മെച്ചുവേർഡ് ആവണം. പിന്നെ എങ്ങനെയൊക്കെ ഒരു 25 വയസ്സായ ഒരാള് ഒരു കുട്ടികളി കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, അതൊക്കെ സൊസൈറ്റിയുടെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട് എന്നാണ്, അതൊരു ഫാക്റ്റ് ആണെന്ന് അർത്ഥം. ഇനി പിന്നെ അതുപോലെ തന്നെയാണ് ട്രഡീഷണൽ ബിലീഫുകൾ. പീപ്പിൾ പിന്നെ നമ്മളെ ആളുകൾ, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ അറിയാലോ, ഒരു 40 വയസ്സ്, ഇപ്പൊ അത് മാറി, ഇപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു 40-50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരൊരു വയസ്സായി, ഇനി അത് അവർ വീട്ടിലൊക്കെ ഇരിക്കേണ്ട ഒരു പ്രായമായി എന്നൊക്കെ ഇങ്ങനെ അവർ പിന്നെയും അധ്വാനിക്കുന്നു മറ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് അപൂർവ കാഴ്ചയായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വിലയിരുത്തും. അതൊരു പിന്നെ അങ്ങനത്തെ ഒരു വിശ്വാസം അവരിൽ ഉടലെടുത്താണ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. ശേഷം അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം വരും. അതാണ് അങ്ങനെ ഇതിനെ ബാധിക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം. എനിവേ, ഇപ്പൊ പറഞ്ഞ സാധനവും ഫാക്റ്റും ക്യാരക്ടറിസ്റ്റിക്കും തമ്മിൽ മാറ്റം വരരുത്, കൺഫ്യൂഷൻ വരരുത്. ഫാക്ട് ക്യാരക്ടറിസ്റ്റിക് ചോദിച്ചോളൂ. ട്രഡീഷണൽ എക്സ്പെക്ടേഷൻ ശരിക്ക് സോഷ്യൽ എക്സ്പെക്ടേഷൻ തന്നെയാണല്ലോ. അതെ. പറഞ്ഞൂടെ? അങ്ങനെ പറയാൻ പറ്റും നമുക്ക്. ട്രഡീഷണൽ ബിലീഫ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എന്തിനെ കുറിച്ചൊക്കെ മറ്റേ സോഷ്യൽ എക്സ്പെക്ടേഷൻ ചെറിയൊരു മാറ്റം എന്ന് പറയുകയാണെങ്കിൽ മറ്റൊന്ന് ബിലീഫാണ്, ഒന്ന് എക്സ്പെക്ടേഷൻ ആണ്. വ്യത്യാസമുണ്ട്. എന്തായാലും ഫാക്ട് എന്ന് പറയുന്നത് പിന്നെ ഇനി ആ ക്രിറ്റിക്കലി തന്നെ ഇതിനെ നോക്കണേ, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ക്യാരക്ടറിസ്റ്റിക് വേറെയാണ്, അത് ഡെവലപ്മെന്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് പറഞ്ഞത്. ഇത് പറഞ്ഞത് ഈ ഡെവലപ്മെന്റിന്റെ ഒരു ഫാക്ട്, ഈ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്തുള്ള ചില സത്യങ്ങൾ, നമ്മൾ പറയില്ലേ, ചില സത്യങ്ങൾ, അതാണ് ഇപ്പൊ പറഞ്ഞത്. അത് ചെറുപ്പത്തിലുള്ള ആ ഒരു ശീലങ്ങൾ, ആ ഒരു പ്രശ്നങ്ങളൊക്കെ ക്രിറ്റിക്കലാണ്. അത് പിന്നെ അതുപോലെ മാച്ചുറേഷൻ ആൻഡ് ലേണിംഗ് രണ്ടും ഒരുമിച്ചാണ് ഇതിൽ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ പ്രെഡിക്റ്റബിൾ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അവിടെ നമ്മൾ 2 ലോ പറഞ്ഞല്ലോ, എന്താണെന്ന് പറയാൻ പറ്റുമോ, റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? സിഫാലക്കോഡല്ലോ എന്തായിരുന്നു? അത് ഹെഡ് ടു ഫുട്ട് ഡെവലപ്പ് ആണ് ആദ്യം നടക്കുന്നത്. പിന്നീട് സെൻട്രൽ പ്രോക്സിമോഡിസ്റ്റല്ലോ
സെൻട്രൽ ആക്സിസിൽ നിന്ന് ബോഡി മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞത് എല്ലാ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ് എന്നുള്ളത് ഒരു ഫാക്ട് ആണ്. ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്, അതിലൊക്കെ റിസ്കുകൾ ഉണ്ട്. പിന്നെ സ്റ്റിമുലേഷൻ ഓരോ ഡെവലപ്മെന്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ചേഞ്ചസ് എഫക്ട് ചെയ്യുന്നുണ്ട്, സോഷ്യൽ എക്സ്പെക്ടേഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്, ട്രഡീഷണൽ ബിലീഫ് എഫക്ട് ചെയ്യുന്നുണ്ട്. ഷോർട്ടായി പറഞ്ഞാൽ അത് നമുക്ക് ഡെവലപ്പ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇത് മനസ്സിലാക്കി വെച്ചാൽ ബാക്കി എഴുതാൻ പറ്റും. എനിവേ, ഇനി പറയുന്നത് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിനുള്ള കുറെ റിസർച്ച് മെത്തേഡ്സുകൾ ഉണ്ട്. എങ്ങനെയാണ് ഇത് പഠിച്ചെടുത്തത്? ഈ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ഇങ്ങനെ കുറെ തിയറി ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു? ഒന്ന്, റിസർച്ചിൽ പേപ്പർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറെ മെത്തേഡുകൾ ഉണ്ട്. അതിൽ ഇതിന് സ്വീകരിച്ചിരിക്കുന്ന മെത്തേഡുകൾ ഒന്ന് ലോങ്ങിറ്റ്യൂഡനൽ മെത്തേഡുകളാണ്. ലോങ്ങിറ്റ്യൂഡനൽ മെത്തേഡ് എന്ന് പറയുന്നത് കുറെ കാലങ്ങളെടുത്ത് ഒരു ടീമിനെ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ആ സെയിം ടീമിനെ തന്നെ കുറെ കാലങ്ങൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ നടത്തുന്ന ഒരു റിസർച്ച് മെത്തേഡാണ് ലോങ്ങിറ്റ്യൂഡിനൽ മെത്തേഡ്. ഈ മെത്തേഡ് വെച്ചിട്ട് പഠിക്കാം. അത് സെയിം ഇൻഡിവിജ്വൽ ആയിരിക്കും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റൽ പീരീഡ് മനസ്സിലാക്കി ആ കുട്ടീനെ തന്നെയാണ് രണ്ടാമത്തെ വയസ്സിലും ആ ഡെവലപ്മെന്റിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കുന്നത്. അങ്ങനെ ഒരു പഠനം ഡെവലപ്പിംഗ് നടക്കുന്നതിനാണ് ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് പറയുന്നത്. ഇനി ക്രോസ് സെക്ഷൻ മെത്തേഡ് ഉണ്ട്. റിസർച്ച് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഡെവലപ്മെന്റ് സൈക്കോളജിയിലെ ക്രോസ് സെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ടീമിനെ അല്ല, അവര് ഒരു പിന്നെ ഡിഫറെന്റ് ഏജിലുള്ള ടീമിനെ ഒരുമിച്ച് കൂട്ടി ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ക്രോസ് സെക്ഷൻ മെത്തേഡ്. പെട്ടെന്ന് കാര്യം നടക്കും. കുറെ സ്റ്റേജിലുള്ള ഡെവലപ്മെന്റ് ഒക്കെ മനസ്സിലാക്കാനൊക്കെ ചിലപ്പോൾ സാധിച്ചു വരും. പക്ഷെ ഒരേ ടീമിനല്ല അത് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് പിന്നെ ഡിഫറെന്റ് ഏജിലെ ഇത് കുറെ പ്രശ്നങ്ങളുണ്ട്. എല്ലാ ഇതിനും പ്രശ്നങ്ങളുണ്ട്, പരിമിതികളുണ്ട്. അതുപോലെ അതൊക്കെ ആ പരിമിതികളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാക്കിയ മറ്റൊരു മെത്തേഡാണ് സീക്വൻഷ്യൽ മെത്തേഡ്. സീക്വൻഷ്യൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോങ്ങിറ്റ്യൂഡിനലും ക്രോസ് സെക്ഷനിലും മെത്തേഡും ഈ റിസർച്ച് പഠിക്കുമ്പോൾ ഈ മെത്തേഡുകൾ ശരിക്കും പരിചയപ്പെടും. ആ മെത്തേഡിൽ വരുന്ന പരിമിതികളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സീക്വൻഷ്യൽ മെത്തേഡ്. ഇത് നല്ല മെത്തേഡാണ്. ഇത് കമ്പൈൻ ലോങ്ങിറ്റ്യൂഡിനും ക്രോസ് സെക്ഷനും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു റിസർച്ച് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള അസസ്മെന്റ് അത് റിസൾട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ ടൈം ലാഗ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് മനസ്സിലാക്കി വെച്ചോ. ഇത് മെത്തേഡ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുന്ന ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സിലാണ് ഇതിന്റെ പഠനം. അത് വ്യത്യസ്തമായ വർഷങ്ങളിൽ, ചിലപ്പോൾ ഒരു 5 വയസ്സിൽ ഒരു വ്യത്യസ്തമായ കുറെ ആളുകൾ എടുത്ത് നടത്തുന്നു. പിന്നെ കഴിഞ്ഞിട്ട് 10 വയസ്സായി കഴിഞ്ഞാലാണ് പിന്നെ നടത്തുക. അങ്ങനെ ടൈം ലാഗ് മെത്തേഡാണ് നടക്കുക. ഇപ്പൊ നമ്മളിപ്പം ഒരു ഇത് പറയും, കൊറോണ സമയത്തുണ്ടായ നമ്മൾ പറയലുണ്ടല്ലോ, കൊറോണ സമയത്ത് ഈ വാക്സിൻ അടിച്ചാൽ കുറെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പൊ അത് ഡെവലപ്മെന്റിൽ അവർ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എഫക്ട് ഉണ്ടാവുന്നുണ്ട് പറയുന്നത്. അത് ആ സമയത്ത് മുമ്പേ വാക്സിൻ അടിച്ച ഒരു ടീമിനെ വെച്ചു, അവർക്ക് കുറെ കാലങ്ങളായി അവരെ വിലയിരുത്തി കുറെ കഴിഞ്ഞിട്ട് അവരിലേക്ക് എന്ത് ചെയ്യാം, ആ ഒരു പിന്നെ അസസ്മെന്റ് ചെയ്യുന്ന രീതിയാണ്. എക്സ്ക്യൂസ് മീ, ഉമ്മർ സാർ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, ഉമർ സാർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, എനിവേ ഇത് റയർലി യൂസ് ചെയ്യുന്ന സാധനമാട്ടോ. ഈ ടൈം ലാഗ് മെത്തേഡ് എന്ന് പറയുന്നത് റയർലി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം 4 റിസർച്ച് മെത്തേഡുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് പറഞ്ഞോളൂ, പേര് മാത്രം. ലോങ്ങിറ്റ്യൂഡിനൽ മെത്തേഡ്. ഇത് ഒരേ സെയിം ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലിനെയാണ് പഠിക്കുന്നത്, വ്യത്യസ്ത ടൈം പീരീഡിലായിട്ട്. അതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്. പിന്നൊന്ന് ക്രോസ് സെക്ഷൻ മെത്തേഡ്. ഇതിൽ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിനെ ഡിഫറെന്റ് ഇയർ വൈസ് സെയിം ടൈമിൽ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിനെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിനെ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ക്രോസ് സെക്ഷൻ മെത്തേഡ്. എനിവേ, നെക്സ്റ്റ് മൂന്നാമത്തെ സീക്വൻഷ്യൽ മെത്തേഡ്. ഈ രണ്ടിലെയും ഡ്രോബാക്ക് എന്ത് ചെയ്യാൻ, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് സീക്വൻഷ്യൽ മെത്തേഡ്. നാലാമത്തത് ടൈം ലാഗ് മെത്തേഡ്. യെസ്, ഇത് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിനെ ഡിഫറെന്റ് ഇയേഴ്സിലായിട്ട് പഠിക്കുന്ന ഒരു രീതി. അത് പിന്നെ ദ എഫക്ട് ഓഫ് നേരത്തെ പറഞ്ഞത് തന്നെ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് വെച്ചിട്ട് ഒക്കെ പഠിക്കുന്ന രീതിയാണ് ടൈം ലാഗ് മെത്തേഡ്. ഇനി നല്ല എങ്ങനെ ഈ മെത്തേഡുകളെല്ലാം ഒന്നും മെറ്ററാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, എല്ലാം വേണ്ടി വരില്ല. എല്ലാത്തിനും ഇത് നമ്മൾ റിസർച്ചിൽ ഇതിന്റെ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ, ഇതിന്റെ ലിമിറ്റേഷനും കാറ്റഗറി റിസർച്ച് വരുന്നുണ്ട്, MPC 5 വരുന്നുണ്ട്.
അതായത് ഇവിടെ ജസ്റ്റ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന് പഠനത്തിന് വേണ്ടി ഉപയോഗിച്ച 4 മെത്തേഡുകൾ പരിചയപ്പെട്ടു എന്ന് മാത്രം. റിസർച്ച് മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് MPC 5 പറയുന്നുണ്ട്. ഇവിടെ 4 ഈ രീതിയിലൊക്കെ പഠനം നടന്നിട്ടുണ്ട്. അതിൽ ആദ്യം ഈ ലോങ്ങിറ്റ്യൂഡൽ മെത്തേഡ് വെച്ച് നടന്നു, പിന്നെ ക്രോസ് സെക്ഷനിൽ നടന്നിട്ടുണ്ട്. ഇത് രണ്ടിലും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വേറെ മെത്തേഡ്, സീക്വൻഷ്യൽ മെത്തേഡ് സ്വീകരിച്ചു. അങ്ങനെ ആ രീതിയിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിവേ, നെക്സ്റ്റ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിലെ ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഇത് പഠിക്കുന്ന സമയത്ത്, ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് സാമ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. സാമ്പിൾസിനെ നമ്മൾ അവൈലബിൾ ആവും, ചെറിയ ബുദ്ധിമുട്ട്, എല്ലാവരും ചിലപ്പോൾ ഇനി തയ്യാറായിക്കൊള്ളുന്നില്ല. അതാണ് റെപ്രസെന്റേറ്റീവ് സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ സാമ്പിളിനെ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ റിസർച്ച് ഈ പഠനമൊക്കെ നടക്കുക. ഇനി അതുപോലെ തന്നെ ഇനി സാമ്പിൾസിന് കിട്ടിയാൽ തന്നെ അവർ റാപ്പോ ബിൽഡ് ചെയ്യാന്ന് പറയും. കൗൺസിലിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണിത്, റാപ്പോ ബിൽഡിങ്. എസ്റ്റാബ്ലിഷിംഗ് റാപ്പോർട്ട് വിത്ത് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ടീം ആരെയാണോ ടെസ്റ്റ് ചെയ്യുന്നത്, ഈ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠനം നടത്തുന്നത്, അവരുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതൊരു പ്രശ്നമാണ്, ചാലഞ്ചസ് ആണ് ഇത് പഠിക്കുന്ന സമയത്ത്. ഇനി അതേപോലെ അപ്രോപ്രിയേറ്റ് മെത്തഡോളജി സ്വീകരിക്കുക എന്നുള്ളതും, കുറെ മെത്തേഡ് പറഞ്ഞല്ലോ റിസർച്ച് മെത്തേഡ്സ്, അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഒരു പരിമിതികളൊന്നും ഇല്ലാത്ത ഒരു ഇത് സ്വീകരിക്കണമല്ലോ, അതൊരു ചാലഞ്ചാണ്. പിന്നെ ഈ ഡാറ്റ എനിക്ക് കിട്ടിയാൽ തന്നെ ഈ പറഞ്ഞ ഡാറ്റയ്ക്കൊക്കെ അക്യുറസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമാണ്, ഒരു ചാലഞ്ചാണ്. ഇനി മാത്രമല്ല, ഈ പഠിക്കുന്ന സമയത്തൊക്കെ എത്തിക്കൽ ആസ്പെക്ട്സ് കുറേ ഉണ്ടാവും. ഓരോ ഏരിയയിലും പഠിക്കുന്ന സമയത്ത് അവിടെ അവരുടേതായ ഒരു എത്തിക്സ് ഉണ്ടാവും, അത് ഫോളോ ചെയ്യണം. ആ ഒരു എത്തിക്സ് ഫോളോ ചെയ്യാതെ അവരുടെ വിഷയങ്ങളെ കോൺഫിഡൻഷ്യാലിറ്റിയും മറ്റൊക്കെ കീപ്പ് ചെയ്യേണ്ട കുറെ സംഭവങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ കീപ്പ് ചെയ്യാതെയും മറ്റൊക്കെ അത് കീപ്പ് ചെയ്യലും അതൊക്കെ എന്താണ്, ഒരു ചലഞ്ചാണ് ഈ ഒരു പഠനത്തിൽ. ഇനി അവസാന ഭാഗത്ത് കുറെ തിയറികൾ പരിചയപ്പെട്ട്, ഈ തിയറികളൊന്നും ഈ ഒരു സബ്ജക്റ്റിൽ ടോപ്പിക്കിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം ഇതിൽ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ വരുന്നുണ്ട്. ശേഷം ജസ്റ്റ് പിന്നെ കുറെ ആ തിയറിയുടെ എന്തൊക്കെ തിയറികളാണ് ഈ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് വന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ശേഷം MPC 1-ലും അതുപോലെ ഇപ്പോൾ ഇതിൽ തന്നെ ശേഷം വരുന്നതിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാ തിയറികളും ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു സ്ട്രെസ് വരികയും ചെയ്യും. അതുകൊണ്ട് ശേഷം വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഈ തിയറി ഉൾപ്പെടുത്തിയിട്ട് നന്നായിട്ട് വിശദീകരിക്കുകയും ചെയ്യും. ഒന്നാമത്തെ തിയറി ഈ ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ വന്ന തിയറിയാണ്, നമുക്കൊക്കെ അറിയുന്ന ഫ്രൂയിഡിന്റെ സൈക്കോസെക്ച്വൽ സ്റ്റേജസ് എന്ന് പറയും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അത് വലിയൊരു സ്വീകാര്യത ഒന്നും ഇല്ലെങ്കിലും ആദ്യകാലത്ത് ഈ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് പഠന വലിയൊരു പഠനം തന്നെ, വലിയൊരു തന്നെയാണ് ആ ഒരു തിയറി എന്ന് പറയുന്നത്. പിന്നീട് അതിനെ വെച്ചിട്ടാണ് എറിക്സൺ സൈക്കോ സോഷ്യൽ സ്റ്റേജസ് എന്ന് പറഞ്ഞ തിയറിയൊക്കെ ഉണ്ടാക്കിയത്. എറിക്സന്റെ തിയറി പഠിക്കാനുണ്ട്, കോൾബർഗ്സിന്റെ മോറൽ ഡെവലപ്മെന്റിന്റെ തിയറി പഠിക്കാനുണ്ട്, പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ തിയറി പഠിക്കാനുണ്ട്, ബ്രോൺഫെർൺ ബ്രണ്ണേഴ്സിന്റെ എക്കോളജിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു തിയറി. ഇങ്ങനെ കുറെ തിയറികളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത് ഓരോ തിയറി ആ സമയത്ത് പഠിക്കുന്നതായിരിക്കും നന്നാവുക. തിയറി പഠിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് സ്വാഭാവികമായിട്ട് വരും. ഇതിൽ ജസ്റ്റ് നോട്ട്സ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോട്ട്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ തിയറിയുടെ ചുരുക്കം നിങ്ങൾക്ക് കാണും. പക്ഷെ അതെന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം അത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ശേഷം വരുന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ആ ഡെവലപ്മെന്റിനെ കുറിച്ച് വന്ന തിയറികൾ പരിചയപ്പെട്ടു എന്ന് മാത്രം. എനിവേ, ഇത്രയും കാര്യങ്ങളാണ് ഷോർട്ടായിട്ട് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ എന്താണ് ഡെവലപ്മെന്റ് എന്ന് മനസ്സിലാക്കാനും മറ്റൊക്കെ ആയിട്ട് ഒന്നാമത്തെ യൂണിറ്റിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ എന്തെങ്കിലും മിസ്സായ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിലും ഞാൻ നോക്കട്ടെ. ഒന്നും ഡെവലപ്മെന്റ് സൈക്കോളജിയിലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്താണ് അതിന്റെ സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക് എന്താണ്, പിന്നെ അതുപോലെ അതിന്റെ ഫാക്റ്റുകൾ എന്താണ് എന്നുള്ള രൂപത്തിലൊക്കെ, അതന്നെയാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. കൺസെപ്റ്റ് എന്താണ് ഡെവലപ്മെന്റ് സൈക്കോളജി, അതിന്റെ പീരീഡ്സ്, ആ പീരീഡ്സ് ഇപ്പൊ ഒന്നും അതേപോലെ പഠിക്കണം എന്നില്ല. ശേഷം ഓരോ യൂണിറ്റും ഓരോ പീരീഡാണ്. ഇനിയിപ്പോൾ അടുത്ത ഒരു യൂണിറ്റ് വളരെ ഇൻട്രസ്റ്റീവ് ആണ്. പ്രീനാറ്റൽ പീരീഡ് മാത്രമാണ് ഒരു യൂണിറ്റ്. നെക്സ്റ്റ് സെക്കൻഡ് യൂണിറ്റ് പ്രീനാറ്റലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, ആ സമയത്ത് എന്തൊക്കെ, അത് പിന്നെ നമ്മൾ ആ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ സംഭവവും അവിടെ ചർച്ച ചെയ്യും. പിന്നെ കഴിഞ്ഞിട്ട് സ്കൂൾ നമ്മളെ ഏർലി ചൈൽഡ്ഹുഡ് വരുന്നുണ്ട്. ഓരോന്നായിട്ട് തന്നെ വരുന്നുണ്ട്, ഓരോ യൂണിറ്റുകളായിട്ട്. പറയൂ. നല്ല അടിപൊളിയ ക്ലാസ് ആയിരുന്നു. വിഷയങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് PGക്ക് പഠിക്കുന്ന കുട്ടികൾക്കും നമ്മുടെ SLC കുട്ടികൾക്ക് എടുക്കുന്ന പോലെ പ്ലസ് ടു കുട്ടികൾക്ക് എടുക്കുന്ന പോലെ സിമ്പിൾ ആയിട്ട് കണ്ടന്റിനെ അല്ലെങ്കിൽ കോൺസെപ്റ്റ്. പിന്നെ സോറി, ഇതിൽ അനീഫ് സാർ